നമ്മളിന്നൊരു കടുംപായസം അല്ലെ നെയ്പ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ആദ്യം നമ്മൾ ഉണക്കലരി എടുത്തിട്ട് നല്ലോണം കഴുകി അത് തോരാൻ വെക്കുക. അതിന് ശേഷം നെയ്ക്കകത്ത് ഉണക്കലരി ഒന്ന് വറുത്തതിന് ശേഷം അതിനാവശ്യമുള്ള വെള്ളം ഏകദേശം ഒരു 4 കപ്പ് വെള്ളവും വെച്ച് പാത്രത്തിൽ കുറച്ച് ഉണക്കമുന്തിരിയും കഴുകിയിട്ട് വേവിക്കുക. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ തിളച്ച് നല്ലോണമൊക്കെ വെന്ത് വരും. നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന വെള്ളം നല്ലോണം തിളച്ച് ചൂടായ വെള്ളമാണ് ഈ അരിക്കകത്ത് ചേർക്കാൻ പാടുള്ളൂ. നെയ്യിൽ വറുത്ത അരി ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ മുന്തിരിയും ഇട്ട് ചോറൊന്ന് വേകുന്നിടം വരെ ഏകദേശം പരുവായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് നല്ലോണം ചോറും മുന്തിരിയും കൂടെ വെന്തെടുക്കുന്ന ഒരു പാകമാകും. ആ പാകമായതിന് ശേഷമാണ് പിന്നീട് നമ്മളപ്പോൾ തന്നെ ശർക്കര നല്ലപോലെ മെൽറ്റാക്കാൻ വെക്കുക. അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര നല്ലപോലെ മെൽറ്റാക്കി അതിന് കറുപ്പ് നിറം വരണം. നല്ല ഉണക്കൊന്ന് മെൽറ്റായതിന് ശേഷം അത് ഒഴിച്ച് കൊടുക്കുക. അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ച് അതിൻ്റെ അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിലാക്കി ഇതിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇറക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അതിനകത്ത് ഇതുപോലെ ശർക്കര ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ അതിനകത്തൊന്ന് നമ്മൾ ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഏകദേശം അതിനകത്തെ അരിയിലെയും ആ ശർക്കരയിലെയും വെള്ളം കൂടെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 തവണയായിട്ട് ഓരോ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചേർത്ത് കൊടുക്കുക. നെയ്പായസം എന്നാണ് ഇതിന് സാധാരണ പറയുന്നത്. അപ്പം നെയ്യാണല്ലോ അതിന് മുന്നായിട്ട് നിൽക്കേണ്ടത്. നെയ്യാണും ശർക്കരയോല ഇതുമാണ്. അപ്പോൾ നമ്മൾ ഈ അരി എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം അരിയാണ് എടുത്ത് അതിന് ഏകദേശം ഒരു 350 400 ശർക്കര എടുത്തിരുന്നു. അപ്പം പായസത്തിന് നല്ല ഇതാണ്, മധുരമാണ് വേണ്ടത്. മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. മധുരം കുറവുള്ളവർ അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. നമ്മൾ ഈ ചോറ് എടുത്തിട്ടൊന്ന് നോക്കുക, കൈകൊണ്ട് ഞെക്കിയോ ഒക്കെ അല്ലെങ്കിൽ ഒന്ന് കടിച്ച് നോക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3/4 വേവായത് നമുക്ക് മനസ്സിലാവും. നമ്മൾ വറുത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് അരിക്ക് ഒരു കടിയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നല്ലപോലെ ഇറങ്ങി അതിൻ്റെ ആ വെള്ളമയം വറ്റി കുറുകി എടുക്കുമ്പോൾ അത് പിന്നെ അതിന് ആവശ്യത്തിന് നമ്മൾ സ്വല്പം ചുക്കും ശകലം സ്വല്പ ജീരകവും കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ചത് കൽക്കണ്ടത്തിൽ പൊടിച്ച് അതിനകത്ത് ചേർത്ത് കൊടുക്കുക. അതും ഇട്ട് ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് കുറച്ച് വേണ്ടവർ ആവശ്യമുള്ളെങ്കിൽ മാത്രം കൽക്കണ്ടം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ക്രിസ്റ്റലായ കൽക്കണ്ടം ഇട്ട് കൊടുത്ത് നമ്മളങ്ങനെ പായസം വാങ്ങാവുന്നതാണ്. അങ്ങനെയാണ് ഈ നെയ്പായസം ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ സാദാ പായസം പോലെ തേങ്ങാപ്പാലോ അല്ലെ അങ്ങനെയൊന്നും വേണ്ട. ഇനി വേണ്ടവർക്ക് വേണേൽ കൊത്ത് ഇതാക്കി നമ്മളിപ്പോൾ ആ തെള്ളപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. തെള്ളപ്പൊടി എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെല്ലാം കൂടെ ഉള്ള ചുക്കും ജീരകവും എല്ലാം കൂടെ പൊടിച്ച ആ പൊടി. ചിലർ വേണേൽ ഇതിനകത്ത് കദളിപ്പഴവും ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾക്കിപ്പം കദളിപ്പഴം കിട്ടാൻ അവൈലബിൾ അല്ലെങ്കിൽ കദളിപ്പഴം ചേർക്കണ്ട, ഉള്ളവരത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി ടേസ്റ്റൊക്കെ ഉണ്ടാവും. പായസത്തിൻ്റെ ഒരു ഇതൊക്കെ കിട്ടും. നമ്മൾ ഈ സാധാരണ ക്ഷേത്രങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ സാധാരണ മേടിക്കുമ്പോൾ ഉള്ള പായസം കിട്ടില്ല, അതുപോലത്തെ പായസമാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിന് ചെയ്യേണ്ട രീതികൾ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തോന്നി അങ്ങനെ ഒരു ഇത് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നവർക്ക് ഞാനിത് മൊത്തമായിട്ടൊന്നും ആകെ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് വിവരണം ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് അത് മധുരമാണല്ലോ കുട്ടികൾക്കൊക്കെ അത്യാവശ്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അതുപോലെ അടി നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അരി വറക്കുമ്പോഴും അതുപോലെ വെള്ളത്തിൽ വേവിക്കുമ്പോഴും ഒക്കെ അടിക്ക് പിടിക്കാതെ കണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നൊരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അത് ഞാൻ മുൻപേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആ നെയ്യ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇളക്കി അത് ഏകദേശം നമ്മൾ അലുവാട പരുവൊന്നും ആകണ്ട, അല്ലാണ്ട് ഏകദേശം വെള്ളം പറ്റി നമുക്കത് വരുമ്പോൾ ബാക്കി നമ്മളൊക്കെ ഇരുന്ന് തണുക്കും തോറും ഇത് കുറുകുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ച് നല്ലോണം ഇളക്കി അത് ഏകദേശം വെള്ളം വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതുപോലെ വേറെ ഓരോ റെസിപ്പികളും നമ്മളിനി ഉള്ള ദിവസങ്ങളിൽ നമ്മളിടും. നിങ്ങളെല്ലാവരും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളോടാണ് നമുക്കും ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഈ നെയ്പായസം അല്ലെ കടുംപായസം, ഇത് ഞങ്ങളുടെ തെക്കൻ ഭാഗത്തേക്ക് തിരുവിതാംകൂർ ഭാഗത്തേക്കൊക്കെ ഇതിന് കടുംപായസം എന്നാണ് പറയുന്നത്.
നമ്മുടെ മലബാർ മേലൊക്കെ നെയ്പ്പായസം എന്ന് ഞാൻ കേട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു 2 പേരിടാൻ സ്റ്റാൻസ് ആയി. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ഞാൻ മലബാർ ഭാഗത്താണ് താമസിക്കുന്നത്. ഞാൻ തിരുവിതാംകൂറുകാരാണ്, കോട്ടയം ജില്ലക്കാരനാണ്. ഇപ്പം ഞങ്ങളൊക്കെ അവിടെ നിന്ന് അടുത്ത ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് കടുംപായസം, നെയ്പ്പായസം എന്ന് പറയുന്ന പായസം. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇടണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനി നല്ല നല്ല റെസിപ്പികളുള്ളത് ഞാൻ ഇടാം. നിങ്ങളും നിങ്ങളുടെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതനുസരിച്ചാണ്. നിങ്ങൾ ലൈക്ക് അടിക്കണം, അത് മറക്കരുത്. ലൈക്കാണ് അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പായസം ഉണ്ടാക്കും, കഴിക്കുമെന്ന് വിശ്വസിക്കുന്നു.